ഹലോ എവരി വൺ, ഹാവ് യു ബീൻ ഹിയറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ എൻ്റെ അമ്മയുടെ സ്ഥലവും കഥകളും ഒക്കെയാണ് ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത്. ഈ വഴി നടന്നു കയറി ചെല്ലുമ്പോൾ കാണുന്ന ഈ ചെറിയ വീടാണ് എൻ്റെ അമ്മയുടെ തറവാട്. ഏകദേശം 17 വർഷം പഴക്കമുണ്ടതിന്. എൻ്റെ +2 കാലം ഇവിടെയായിരുന്നു. ഈ പുറത്തുള്ള കുഞ്ഞു മുറിയിലായിരുന്നു അന്ന് എൻ്റെ താമസം. രാത്രികളിൽ മഴയുടെയും വീടിൻ്റെയും ഒക്കെ ഒച്ച കേട്ടിട്ട് ഞാനിവിടെ ഏകദേശം 2 വർഷം കഴിഞ്ഞു. ഈ തേങ്ങ കൂട്ടിയിട്ടേക്കുന്ന മൂലയിലൊരു കട്ടിലും ചെറിയൊരു ഡെസ്കും കസേരയും അന്ന് എനിക്കുണ്ടായി. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫിലിപ്സിൻ്റെ റേഡിയോയും. ഈ ഷെൽഫിൽ അന്ന് എൻ്റെ ബുക്കുകളും ന്യൂസ് പേപ്പറിൽ നിന്ന് വെട്ടിയെടുത്ത ക്രിക്കറ്റ് കളിക്കാരുടെ ഫോട്ടോസും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇത്രയും വീഡിയോ ഷൂട്ടാക്കിയപ്പോഴത്തേക്കും മഴ വരാൻ ചാൻസ് ഉണ്ടെന്ന് അമ്മച്ചി മാനത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു. കൊണ്ടുപോകാനുള്ള തേങ്ങ സ്വയമേ പോയിച്ചെടുത്തോളാനും പറഞ്ഞു. അമ്മച്ചിയുടെ പ്രൊഡിക്ഷൻസ് ഒന്നും പൊതുവെ തെറ്റാറില്ല. തേങ്ങയ്ക്കും സ്വർണ്ണത്തിനും ഇപ്പോൾ നല്ല വില ആയതുകൊണ്ടും സ്വർണ്ണം ഇവിടുന്ന് തന്നുവിടാൻ ചാൻസ് ഇല്ലാത്തതുകൊണ്ടും ഞാൻ തേങ്ങ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോഴാണ് അമ്മച്ചി വീടിൻ്റെ മുകളിൽ നിറയെ ഇല കൂട്ടിയിട്ടേക്കുമാണ്, അതൊന്ന് തൂത്ത് കളയാൻ പറഞ്ഞു. ലൂസിഫറിൽ ടോവിനോ പറയുന്ന പോലെ എനിക്ക് അടിച്ചു വരാനും അറിയാം, വേണ്ടി വന്നാൽ പാത്രം കഴുകാനും അറിയാം. പിന്നെ പറഞ്ഞാൽ കേട്ടില്ലേ, ജതിൻ രാംദാസിനെ പോലെ അമ്മച്ചി എന്നെ തെറി പറയുമോ എന്ന് പേടിച്ചിട്ട് ഞാൻ ആ പണിയും ചെയ്തു തീർത്തു. ബൈ ദ വേ, ആ പുറകിൽ തൂങ്ങി കിടക്കുന്ന കപ്ലങ്ങ പപ്പായ എന്ന് ശ്രദ്ധിച്ചേക്ക്. എനിക്ക് ബിഗ് ബോസ് തന്ന നെക്സ്റ്റ് ടാസ്ക് അതാണ്. അത് കഴിഞ്ഞ് ഞാൻ പോയിട്ട് അതിനകത്ത് മൂത്ത കപ്ലങ്ങയൊക്കെ കുത്തിയിട്ടു. അങ്ങനെ ഞാൻ കുത്തിയിട്ട് കപ്ലങ്ങ എൻ്റെ അമ്മ പെറുക്കിക്കൊണ്ട് വരുന്ന സീനാണ് ഈ കാണുന്നത്. ഇത്രയും നേരം ഞാൻ അമ്മച്ചി എന്ന് പറഞ്ഞല്ലാതെ അമ്മച്ചിനെ കാണിച്ചില്ലല്ലോ. ഇതാണ് എൻ്റെ അമ്മച്ചി, ത്രേസ്യാമ്മ ഡൊമിനിക്. ആൾക്ക് 80 വയസ്സായി പ്രായം. ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസിന് മുന്നേ വന്ന ആളാണ്. ശരിക്കും ആ ടോപ്പിക് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റെ വെക്കേഷൻ ടൈമിലും അല്ലാതെയും ഇവിടെ വന്ന് സ്കൂളിൽ പോയിരുന്നപ്പോഴും അമ്മച്ചിയായിരുന്നു എന്നെ നോക്കി വളർത്തിയത്. തിരിച്ച് പറമ്പിലേക്ക് പോവാം. ഈ കാണുന്ന ഷെഡിലായിരുന്നു വീട് പണിയുടെ സമയത്ത് ഞങ്ങൾ താമസിച്ചിരുന്നത്. അത് കഴിഞ്ഞ് അത് പശുക്കൾക്കും ആടിനുള്ള തൊഴുത്തായിട്ട് മാറി. ഇപ്പോൾ ഇങ്ങനെ ഒരു പേക്കോലമായിട്ട് നിൽക്കുന്നു. താഴത്തെ വീട് വിളിച്ച് അതിൻ്റെ തറ കൊണ്ട് ഈ പുതിയ വീടിൻ്റെ തറ കെട്ടിയത് കൊണ്ട് ആണ് പശുക്കൾക്ക് മുന്നേ ഞങ്ങൾക്ക് ഇവിടെ കയറി താമസിക്കേണ്ടി വന്നത്. ഈ പുറകെ നിൽക്കുന്ന മൂവാണ്ടൻ മാവിലെ മാങ്ങ നല്ല ടേസ്റ്റ് ആട്ടോ. ഏതെങ്കിലും സീസൺ ടൈമിൽ ഞാൻ വന്നിട്ട് ഇത് കാണിക്കാം. ദേ, ആ താഴെ വേറൊരു മാവും കൂടിയുണ്ട്. ഒരു സമയത്ത് രാത്രിയിൽ കാറ്റത്ത് മാങ്ങ വീഴുന്നതെല്ലാം പെറുക്കാൻ വേണ്ടിയിട്ട് രാവിലെ ഇവിടെ പിള്ളേരുടെ ഇടിയായിരുന്നു. ഈ താഴെ പുല്ല് വളർന്ന് നിൽക്കുന്ന സ്ഥലത്തായിരുന്നു ഞങ്ങളുടെ പഴയ വീട്. നല്ല ഒരു പച്ചക്കട്ട കൊണ്ട് കെട്ടിയൊരു വീടായിരുന്നു. ഓടുമേഞ്ഞ ചാണകം മെഴുകിയ ഒരു പഴയ വീട്. ഈ ഫോട്ടോയിൽ റൈറ്റ് സൈഡിൽ കാണുന്ന വീടാണ്, പുറകിൽ കാണുന്ന വീടാണ് ശരിക്കും അത്. ഇത് എൻ്റെ സജീവങ്ങൾ ബാംഗ്ലൂർ ജോലിക്ക് പോകാൻ വേണ്ടി ഇറങ്ങുമ്പോൾ ഉള്ള സീനാട്ടോ. അമ്മയ്ക്ക് ശരിക്കും 6 സിബ്ലിങ്സാണ്. അമ്മയാണ് ഏറ്റവും മുതിർന്നത്. 2 പെണ്ണുങ്ങളും 4 ആണുങ്ങളും. ഇതാണ് കിണറ്റിൻകര. നല്ല മധുരമുള്ള വെള്ളമാണ്. ഒരു കാലത്ത് അലക്കും കുള്ളിയൊക്കെ അവിടെ വെച്ചായിരുന്നു. ഒരു തേങ്ങ കെട്ടി അങ്ങോട്ട് എറിഞ്ഞിട്ടേക്കാം, പോകുമ്പോൾ എടുത്തുകൊണ്ടോ. ഇതായിരുന്നു ഇവിടുത്തെ ഓൾഡ് ബാത്റൂം. അന്നൊക്കെ വീടിൻ്റെ അകത്ത് ബാത്റൂമുള്ള പതിവില്ലല്ലോ. ഇതിനകത്തിരുന്ന് മഴയുടെ ഒച്ചയൊക്കെ കേൾക്കാൻ നല്ല രസമാണ്, കാരണം മേളിൽ ഷീറ്റായിരുന്നു. ഈ നടന്നു പോകുന്നത് എൻ്റെ ഈ വീട്ടിലെ പറമ്പിലെ ഏറ്റവും ഇഷ്ടമുള്ള ഫേവറേറ്റ് ആയിട്ടുള്ള സ്പോട്ടാണ്. സ്വന്തമായിട്ട് ഒരു തോട് ഉപയോഗിക്കുന്ന സ്ഥലമാണ്. ആദ്യമൊക്കെ പേടിയായിരുന്നെങ്കിലും പിന്നെ ഇവിടെ വന്ന് കുറേ ഇരുന്നിട്ടുണ്ട്. കുറേ കഥകളും സിനിമകളും ഒക്കെ ആദ്യം സ്വപ്നം കണ്ടു തുടങ്ങുന്നത്, അത് ഭാവനയിൽ വരുന്നതും ഒക്കെ ഇവിടെ ഇരുന്നിട്ടാണ്. ആ മൂലയ്ക്ക് ഒരു തോടുണ്ട്. ശരിക്കും അത് മഴയത്ത് മാത്രമേ അവിടെ വെള്ളമുള്ളൂ. ഈ തോട്ടിലും നല്ല മഴയുള്ളപ്പോൾ മാത്രമേ വെള്ളമുള്ളൂ. ഇവിടെ വന്ന് ഇരിക്കാൻ നല്ല രസമാണ്. ഈ കല്ലുകളൊക്കെ ശരിക്കും അലക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ ആൾക്കാർ ഉപയോഗിക്കുന്നത്. ഇപ്പോഴും ഇവിടെ വന്ന ആൾക്കാർ തുണി അലക്കാറുണ്ട്. നല്ല മഴയുള്ളപ്പോൾ ഇതിൽ ശരിക്കും വെള്ളം വരും. അത് നല്ല കടും നീല നിറത്തിലാണ് അതിൻ്റെ വെള്ളം ഒഴുകുന്നത്. ആ സമയത്ത് കാണാനും ഭയങ്കര ഭംഗിയായത്. ആ സമയത്ത് ഈ തോടിൻ്റെ ഒച്ച നമുക്ക് വീട്ടിൽ ഇരുന്നാൽ കേൾക്കാം. ഇതുവഴി ഒഴുകി അങ്ങ് താഴേക്ക് പോവാണിത്. അമ്മച്ചി നേരത്തെ പ്രഡിക്റ്റ് ചെയ്ത മഴയില്ലേ, അതാണ് ഈ കാണുന്നത്. അമ്മച്ചിയുടെ പ്രഡിക്ഷൻസ് ഒന്നും തെറ്റാറില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ ഇരുന്ന് ഈ മഴ കാണാനും ഇതിൻ്റെ ഒച്ച കേൾക്കാനൊക്കെ ഭയങ്കര രസമാണ്. നല്ലപോലെ ഇടയ്ക്ക് കോട കയറി വരും. അങ്ങ് ദൂരോട്ട് നോക്കിയാൽ കാണാം. ഞാൻ പുറത്തിറങ്ങി എന്ന് കാണിക്കാറ്. ഇത് അങ്ങ് കണ്ടോ, അതിനപ്പുറത്ത് കാണുന്നത് ശരിക്കും ആർലം ഫോറസ്റ്റാണ്. അത് അവിടെയുള്ള മലകളിപ്പോൾ കാണാൻ പറ്റാത്തതാണ്. അവിടെ നിന്ന് കോട ഇങ്ങനെ കയറി വരും. സൂം ചെയ്ത് കാണിക്കുമ്പോൾ കണ്ടോ, അവിടെ ആ വെള്ള കളർ കാണുന്ന ഫുള്ള് കോടയാണ്. ഞാനീ മഴയത്ത് പുറത്തിറങ്ങിയിരിക്കുന്നതും മഴയത്ത് ഞാൻ തോട്ടിൽ കുളിക്കാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വട്ടാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അമ്മച്ചി വന്നിട്ട് ദേഷ്യപ്പെട്ട് നിൽക്കുന്നത്. പക്ഷേ ആൾ ഭയങ്കര സപ്പോർട്ടീവാണ് കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെയും തോട്ടിൽ വന്നു. ഒരു കുളി പാസ്സാക്കിയേക്കാമെന്ന് വെച്ചു. കുളി സീൻ ഞാൻ കാണിക്കുന്നില്ല.
പക്ഷേ ഈ തോട്ടിൻ്റെ ഈ കാടിനകത്ത് ഈ തോട്ടിനകത്ത് വന്ന് നിന്ന് കുളിക്കാൻ നല്ല രസമാണെന്ന് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യുമ്പോഴേ അറിയാം. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് മുങ്ങി നേറാനുള്ള വെള്ളമേ ഉള്ളൂ ഈ അറ്റത്ത് വന്നു കഴിഞ്ഞാൽ. പണ്ട് കാലത്ത് ചെറിയ ഞണ്ടുകളും വെള്ളത്തിലിങ്ങനെ നീന്തുന്ന ചെറിയ വെള്ളപ്പാറ്റ എന്ന് പറയുന്ന സാധനമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു കുളി പാസ്സാക്കി ഞാൻ താഴത്തെ അടുത്തുള്ള വീടുകളിൽ കൂടിയൊക്കെ പോവുകയാണ്. ഈ വീടുണ്ട്, ജോസൂട്ടിച്ചേട്ടൻ്റെ വീടാണ്. പണ്ട് നമ്മുടെ വീട്ടിൽ ടി വി ഇല്ലായിരുന്നപ്പോൾ ഇവിടെ പോയിരുന്നായിരുന്നു ടി വിയും കടത്തത്തിനാരും ക്രിക്കറ്റും ഒക്കെ കണ്ടുകൊണ്ടിരുന്നത്. ഈ പറമ്പിൽ പുളി, മാവ്, പ്ലാവ്, റബ്ബർ, കവുങ്ങ് എല്ലാം ഉണ്ട്. ചാമ്പയ്ക്ക, പേരയ്ക്ക എല്ലാം ഉണ്ട്. ഇപ്പോൾ എൻ്റെ അങ്കിൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഇത് ആകെ കാട് പിടിച്ച് കിടക്കുവാണ്. ഞാൻ ഇവിടെ സ്കൂളിൽ നിന്നിരുന്ന സമയത്ത് എൻ്റെ ഒട്ടുപാല് വിളിക്കാനും ഷീറ്റടിക്കാനും ഒക്കെ ഞാനും എൻ്റെ കൂടെ പോകാറുണ്ടായി. അങ്ങനെ ഞാൻ അടുത്തുള്ള വീട്ടിൽ കൂടിയൊക്കെ പോയി. ഇന്ന് തന്നെ എനിക്ക് തിരിച്ചു പോകണം. എന്തെങ്കിലും കുറച്ച് ദിവസത്തേക്ക് നിൽക്കാനായിട്ട് വരണമെന്ന് അമ്മച്ചി പറയുന്നത് ശരിക്കും. പക്ഷേ ഇവിടെ റേഞ്ചില്ല. ഇവിടെ ഒന്ന് വർക്ക് ഫ്രം ഹോം ഒക്കെ എടുക്കാൻ ഒരു നിർവാഹവും ഇല്ല. അത് അമ്മച്ചി അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കുറേ നാൾ ലീവ് എടുത്തിട്ട് വന്ന് നിൽക്കേണ്ടി വരും. ഏതെങ്കിലും ഒരു മഴ നല്ലപോലെ പെയ്യുന്ന സമയത്ത് ഇവിടെ വന്ന് നിൽക്കണം എന്നാണ് ശരിക്കും ഇപ്പോഴത്തെ പ്ലാൻ. ആ കാണുന്ന മല കണ്ടോ, 2010 അവിടെ ഉരുള് പൊട്ടിയിട്ടുണ്ട്, ലാൻഡ് സ്ലൈഡ്. അന്ന് അവിടെ നിന്ന് വന്ന ചെളിയും കല്ലും ഒക്കെ ഇടയ്ക്ക് വലിയൊരു പാറയുണ്ട്, അതിൽ തട്ടി തിരിഞ്ഞു പോയതുകൊണ്ടാണ് ഇവിടെയുള്ള കുറേ വീടുകൾ രക്ഷപ്പെട്ടത്. ശരിക്കും അന്ന് വലിയ ഒച്ചയോടുകൂടി അത് കേൾക്കുമ്പോൾ ഭയങ്കര പേടിയാവുമായിരുന്നു. ഈ കയറ്റം കണ്ടോ, ഈ കയറ്റം കയറി ഇറങ്ങിയാണ് ഞാൻ പണ്ട് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. അന്നിതിങ്ങനെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, മണ്ണുകൊണ്ടായിരുന്നു ഈ വഴി വെട്ടിയത് ഞങ്ങൾക്ക് ഭയങ്കര ആശ്വാസമായിരുന്നു. കാരണം ഈ വഴി ഞങ്ങൾക്ക് താഴെ പോകാനും കയറി വരാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. അമ്മച്ചിയാണെങ്കിൽ എനിക്ക് കൊണ്ടുപോകാനായിട്ടുള്ള സാധനങ്ങൾ പാക്ക് ചെയ്യാൻ വേണ്ടി ഓടി നടക്കും. അച്ചാർ, പൂണാർപ്പുളി, കോക്കം എന്ന് പറയും, തേങ്ങ, പിന്നെ എൻ്റെ ആൻറ്റി മാംഗ്ലൂരിൽ നിന്ന് കൊടുത്തു വിട്ടേക്കുന്ന വലിയ നാരങ്ങ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അത് കണ്ടോ, അമ്മച്ചി പറമ്പിൽ നിന്ന് കാന്താരി പറിക്കുക എനിക്ക് തന്നുവിടാൻ വേണ്ടിയിട്ട്. വലിയൊരു കവറ് കാന്താരി കിട്ടി. ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മച്ചി ഉണക്കക്കപ്പ വേവിച്ച് വെച്ചായിരുന്നു. പിന്നെ ഇന്നലെ ഞാൻ പകുതി വഴിക്ക് വെച്ച് പറഞ്ഞ ചിക്കൻ തേങ്ങാപ്പാൽ ഒഴിച്ച് കറി വെച്ചായിരുന്നു. തോരൻ വെച്ചിട്ടുണ്ടായി. എനിക്ക് ചമ്മന്തി ഭയങ്കര ഇഷ്ടം, അപ്പോൾ അങ്ങനെ ചമ്മന്തി അരച്ചിട്ടുണ്ടായി കഴിച്ചു. അങ്ങനെ പറമ്പിലെ സാധനങ്ങളും പൂമ്പാറ്റയും സ്ഥലമൊക്കെ കണ്ട് നടന്നപ്പോഴത്തേക്കും എനിക്ക് പോകാനുള്ള സമയമായി. അമ്മച്ചനോടും അമ്മേനോടൊക്കെ യാത്ര പറഞ്ഞ് ഞാനിങ്ങനെ നിന്നപ്പോഴത്തേക്കും ഇതെൻ്റെ കൂട്ടുകാരൻ്റെ ഓട്ടോയാണ്. അജിത്ത് എന്നാണ് പേര്. അവൻ എൻ്റെ കൂടെ എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്. ഞങ്ങളിവിടെ പഴയ ക്രിക്കറ്റ് കളിക്കുന്ന ഇൻഫേമസ് ഗ്യാങ്ങാണ്. ഇവനന്ന് വലിയ സുരേഷ് ഗോപിയുടെ ഫാനായിരുന്നു. ഞാനങ്ങനെ വേറെ ആരെയും കണ്ടിട്ടില്ല. ആളിച്ചിരി ഷൈ ആണ്. ഈ കാണുന്നത് ചീങ്കണ്ണിപ്പുഴയാണ്. ശരിക്കും അടയ്ക്കാത്തോടിൻ്റെ അതിർത്തിയാണ് ഈ ചീങ്കണ്ണിപ്പുഴ. ഈ ചീങ്കണ്ണിപ്പുഴയുടെ അപ്പുറം ആറളം സാങ്ച്വറിയാണ്. അതുവഴിയാണ് ശരിക്കും നമ്മൾ പോകുന്നത്. ഇപ്പോൾ നമ്മളിവിടെ നിർത്തി കാണുന്നത് അതാണ്. അങ്ങ് ദൂരോട്ട് നോക്കുമ്പം ഞാൻ ഈ സൂം ചെയ്ത് കാണിക്കുന്നത് ശരിക്കും വീരാജ്പേട്ട് മടിക്കേരി എന്ന് പറയുന്ന ആ സ്ഥലമാണ്, കൂർഗാണ്. ഇവിടുന്ന് തൊട്ടടുത്താണ്, അതിരാണ് ശരിക്കും ഇരിട്ടിയുടെ അപ്പുറം അതാണ്. ഈ കാണുന്ന വേലി ശരിക്കും ആന ഇങ്ങോട്ട് കടന്നു വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങോട്ട് നോക്കുമ്പോൾ കാണുന്ന മല അത് മാനന്തവാടി, വയനാട് ആ ഒരു ഭാഗമാണ്. ചുറ്റിനും ഭയങ്കര ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ശരിക്കും ഇവിടെ. ഇവനെന്നെ ഇരിട്ടി കൊണ്ടു വിടാമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പം ലാസ്റ്റ് അവനെന്നെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ വരെ കൊണ്ടുവിട്ടു. ഇത് ഏകദേശം 55 സ്ക്വയർ കിലോമീറ്ററിലാണ് ആറളം സാങ്ച്വറി നിൽക്കുന്നത്. അവിടെ ആന, പുലി, കാട്ടുപോത്ത് അങ്ങനെ കുറേ മൃഗങ്ങളുണ്ട്. 1984 ഈ സാങ്ച്വറി തുടങ്ങുന്നത്. ഈയിടെ ഇതിനകത്ത് ബട്ടർഫ്ലൈ സാങ്ച്വറിയും തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം, വിമർശനം ഒക്കെ തന്നതിന് ഭയങ്കര നന്ദി. ഇനിയും ബെറ്ററാക്കാൻ ഞാൻ ശ്രമിക്കാം. ഇനിയും അഡ്വൈസസൊക്കെ തരിക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് അടുപ്പമുള്ളവർക്ക് വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ആക്കാൻ പറയുക. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളതാണ്, ഹാവ് യു ബീൻ ഹിയർ?